കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശിഷ്യ ഈ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുന്ന പാസ്റ്റർ അഖിലാസ്, അദ്ദേഹത്തിൻ്റെ കുടുംബം, എനിക്ക് മുമ്പ് വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷാജി, കൂടി വന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. ശിഷ്യ കുവൈറ്റിൽ നിന്ന് പ്രിയ ബാബുച്ചാനെയും കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയൊക്കെ കാണുവാൻ ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടെ കർത്താവ് തന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എനിക്ക് കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രിയ ഏബലിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. തൻ്റെ മേലൊരു അഭിഷേകം ഉണ്ട് എന്ന് ഇന്നലെ തന്നെ ഞാൻ മനസ്സിലാക്കി. പലരും പലയിടത്തും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തൻ്റെ ആ ചെറുപ്രായത്തിൽ ദൈവകൃപയോടുള്ള ട്രാൻസ്ലേഷൻ എനിക്ക് വളരെ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാനിടയായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കാര്യങ്ങൾ പലരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിനുവേണ്ടി ഇനി സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശ്രദ്ധയിലേക്ക് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യവും 12-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും നമുക്ക് വായിക്കാം. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. Hold on to eternity. ഹല്ലേലൂയ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. Oh you man of God. ഈ ട്രാൻസ്ലേഷൻ കൂടെ സമയമുള്ളത് പോകുന്നത് കൊണ്ട് ഞാൻ വളരെ ചുരുക്കി വിശദീകരണം കൂടാതെ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. I want to directly dive into my topics because of translation we have a time crunch. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. Oh man of God. ചെറുപ്പക്കാരനായ ഒരു പാസ്റ്ററെ അപ്പോസ്തലനായ പൗലോസ് വിളിക്കുകയാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ. Paul is addressing a youngster in that generation at a very young age. He's saying, "Oh man of God." ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. Let me ask you one question here. നമ്മൾ ആരെ വിധിക്കുവാനോ വിലയിരുത്തുവാനോ ഒന്നുമല്ല ഈ ചോദ്യം. This question is not to judge anybody or to understand anybody. ആത്മാർത്ഥതയോടെ നമ്മുടെ ഹൃദയങ്ങളോട് ചില ചോദ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. But from a very genuine heart I want to raise some questions here this morning. നിങ്ങൾക്ക് എത്ര ദൈവമനുഷ്യരെ അറിയാം? How many men of God do you know? Amen. നിങ്ങളുടെ മനസ്സൊന്നോ ആത്മീയ ലോകത്തും ദൈവസഭയിലേക്കോ നടന്നിട്ട് താങ്കളോട് തന്നെ ചോദിച്ചാട്ട് നിങ്ങൾക്ക് എത്ര ദൈവമനുഷ്യരെ അറിയാം? Just think about who all know you. You know in your community. Just think and ask yourself, how many men of God do you know? ഇനി താങ്കളോട് തന്നെ ചോദിക്കുക, ഞാനൊരു ദൈവമനുഷ്യനാണോ? Ask to yourself, are you or are a man or a woman of God? ഹല്ലേലൂയ. എൻ്റെ ചോദ്യം, my question, എത്ര പെന്തക്കോസ്തുകാരെ അറിയാവുന്നുള്ളതല്ല. it's not about how many Pentecostal believers you know. എത്ര പെന്തക്കോസ്ത് പാസ്റ്റേഴ്സിനെ അറിയാവുന്നുള്ളതുമല്ല എൻ്റെ ചോദ്യം. My question is not how many Pentecostal pastors you know. നമുക്ക് പരിമിതികളുണ്ടെന്നും എനിക്കറിയാം. I know we have limitations as well. എന്നാൽ എത്ര ദൈവ മനുഷ്യരുമായി നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്? But with how many men or women of God have you dealt with? ഇന്ന് ഈ ആലയം വിട്ട് കടന്നു പോകുമ്പോൾ ഈ ചോദ്യത്തിന്റെ കൃത്യമായ ഒരു മറുപടി ദൈവത്തിൽ നമ്മൾ പ്രാപിക്കണം. Amen. Today, this morning, when you leave this hall after the service, we must have a response from God for this question. പെന്തക്കോസ്തിൽ ആളിനെ കൂട്ടുന്നതുകൊണ്ട് കാര്യമായില്ല, ദൈവ മനുഷ്യന്മാരുണ്ടാകട്ടെ. Amen. There's no point in gathering tons of people around in Pentecost, but let there be men and women of God. സങ്കീർത്തനക്കാരൻ പറയാണ്, യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. Amen. In Psalms, the psalmist is saying, "Oh Lord, save me, because there is a lack in the number of men and women of God, devoted people." Hallelujah. Amen. Hallelujah. Amen. കടന്നു പോകുന്ന ഒരു പുരുഷനെ കണ്ട് ഒരു നല്ല കുടുംബസ്ഥയായ കുലീന സ്ത്രീ പറയുകയാണ്, ഇതിലെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ ഒരു ദൈവമനുഷ്യനാണ്. Amen. A woman looking at a young man who is walking by, she is saying, this man is a man of God. അദ്ദേഹം കവലപ്രസംഗം നടത്തിയിട്ടാണോ?
Was he doing a street evangelism session? അത് അന്യഭാഷ ഒരുപാട് പറഞ്ഞതുകൊണ്ട് അന്യഭാഷയ്ക്ക് ഞാൻ അനുകൂലമാണത്, അധികം പറയണമെന്നുള്ള ടീച്ചിങ് ആണ് എനിക്കുള്ളത്. പക്ഷെ അതിനല്ല, അതാണോ അദ്ദേഹത്തെ ദൈവമനുഷ്യൻ എന്ന് പറയാനിടയായത്? അതോ എന്നെ പോലെ ക്ലീൻ ഷേവൻ ചെയ്ത് തല പറ്റം അത് ചെറുതായി വെട്ടി ആ വേഷമാണോ ആ മനുഷ്യനെ കുറിച്ച് ദൈവമനുഷ്യൻ എന്ന് പറയാനിടയായി തീർന്നത്? Was he speaking in a lot of tongues? Was he expressing his devotion? Was it about his attire, he being clean shaven and trimmed hair? Was it his attire that made her say that? ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. Let me remind you something. എൻ്റെ വരവിലും എൻ്റെ നോട്ടത്തിലും എൻ്റെ ഭാവത്തിലും എൻ്റെ കൊടുക്കുവാങ്ങിലും എൻ്റെ ഇടപാടിലും അടുത്തിരിക്കുന്നവർ എന്നെ നിങ്ങളെയും മനസ്സിലാക്കുന്നുണ്ട്. Amen. There are a lot of people who are examining you, trying to understand you or judge you by all the feelings of your life. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കോളേജുകളിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന്. Amen. Oh dear children who are listening to me in your schools and colleges, the people who are next to you are understanding who you are. നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. Your colleagues are also getting a picture of who you really are. നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഞാനും നിങ്ങളും ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. In every realm of our life, it is a revelation or it is being revealed by itself who you are really. രണ്ട് പെന്തക്കോസ്തുകാരെ കണ്ടാൽ നമുക്കറിയാമായിരുന്നു. In the olden times, if we see two Pentecostal believers, we would understand. അവരുടെ സംസാരം കേട്ടാൽ നമുക്കറിയാമായിരുന്നു. We would know them by their way of speaking. ഹല്ലേലൂയ. രണ്ട് അച്ഛന്മാർ ഒരിക്കൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. There were two priests who were standing and waiting at a bus stand or bus station. അവിടെ ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ വല്ലതും തരണേന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. There was a blind man who was begging for alms. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛന്മാരെ വല്ലതും തരണേ. After 10-15 minutes, this man's crying out, "Oh priest, give me something, help me." അപ്പൊ ഈ അച്ഛന്മാർക്കൊരു സംശയം, ഒന്നെങ്കിൽ ഈ മനുഷ്യനെ കണ്ണ് കാണാം, അല്ലെങ്കിൽ എന്തോ ഇതിനകത്ത് ഇവർ തീരുമാനിച്ചു കൊടുക്കാം, നമുക്കൊന്ന് അന്വേഷിക്കാം എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യം. He called them out by their names, so these priests suspected something is wrong or fishy with this man. Let's help him, but let's understand what he is going through. കുരുടൻ എങ്ങനെ മനസ്സിലാക്കി ഇത്? How did this blind man understand they are priests? അവര് ഈ അച്ഛന്മാർ വന്ന് ചോദിച്ചു. And these priests went and inquired. അപ്പോൾ പറഞ്ഞു, അച്ഛന്മാരെ, ഞാൻ 10-15 മിനിറ്റ് നിങ്ങളെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And he replied to those priests, "Oh priest, I was listening to your conversations. I was keenly watching that." ഒരു ബിഷപ്പിന്റെ കുറ്റം ഇത്രയും നേരം പറയണമെങ്കിൽ അത് രണ്ട് അച്ഛന്മാർക്കേ കഴിയത്തുള്ളൂ. You are talking ill about a bishop above you. That means you are priest. Only they can do that. ഇനി വിശദീകരിക്കണ്ടല്ലോ. I don't want to explain anything more. ഞാനും നിങ്ങളും എവിടെ നിന്ന് സംസാരിക്കുന്നതും അതിലൂടെ ഞാനും നിങ്ങളും ആരാണെന്നും കൂടെ വെളിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം അത് കണ്ടു കാണാത്തവർക്കും മനസ്സിലാകും ഞാനും നിങ്ങളും ആരാണെന്നുള്ളത്. In whatever way you talk, in whatever you converse with other people, reveals even to blind people who you are and what you are. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചെറുപ്പക്കാരനെ വിളിക്കുന്നു, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. Paul the apostle is calling a youngster, "Oh man of God." അതെ, എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞ കാലത്തെ പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളും ആയിരുന്ന ഇടങ്ങളിൽ ഇവിടെ കുറെ ദൈവഭക്തന്മാരുണ്ടായിരുന്നുവെന്നും ഇവിടെ പ്രാർത്ഥിക്കുന്ന ചില അമ്മച്ചിമാരുണ്ടായിരുന്നുവെന്നും ഞാൻ നിങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്ന സഭകളിൽ ചില ദൈവഭക്തന്മാരുണ്ടായതാണ് ഈ സഭ ഇത്രത്തോളം വളർന്നു പറയാൻ കഴിയുന്ന സാക്ഷ്യം ഞാൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. Amen. We've heard a lot of testimonies about this church and various places where we were. There were a lot of praying, devoted people in our churches and our communities. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ, if the coming of the Lord tarries, ഈ സഭയെ കുറിച്ചും from this church also, അതെ, ഇത് ദൈവഭക്തന്മാരുള്ള സഭയാണ്. oh, this is a church that have a lot of devoted people. അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാർ യൗവനക്കാരുള്ള സഭയാണിത്. There are a lot of blessed youngsters in this church. അവരുടെ ആത്മീയത ഈ 4 ഭിത്തിക്കകത്തും 3 മണിക്കൂർ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇതിന്റെ പുറത്തും അവർ ആത്മീയരാണെന്ന് പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. Let there be situations where people outside also understand the youngsters in this church are blessed and not within these walls. 4 ഭിത്തിക്കകത്ത് ആത്മാവിലാകാൻ എളുപ്പമാണ്. It is very easy to be filled in the Holy Spirit confined in this room. ഞായറാഴ്ചത്തെ 3 മണിക്കൂർ ആത്മാവിലാകാൻ എളുപ്പമാണ്. It is very easy to be filled in the Holy Spirit for 3 hours on Sunday. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ നിങ്ങൾ ആത്മീയരാണോ എന്നുള്ളതാണ് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ചോദിക്കുന്നത്.
Holy Spirit is asking just one question. Are you still a devoted person when you right away get out of the service? ഹല്ലേലൂയ. Amen. എനിക്ക് നിങ്ങളുടെ പാസ്റ്ററെ കളിപ്പിക്കാം. I can blindfold your pastor. എനിക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ I കളിപ്പിക്കാം. can blindfold your parents. എനിക്ക് എന്റെ ഭാര്യയെ കളിപ്പിക്കാം. I can also hide things away from my എനിക്ക് wife. എന്റെ ദൈവത്തെ കളിപ്പിക്കാൻ And കഴിയത്തില്ല. you cannot hide things away from your God. അതുകൊണ്ട് ഞാനും നിങ്ങളും അകത്തും പുറത്തും ഒരേ ജീവിതം ജീവിക്കുവാൻ തീരുമാനിക്കൂ. Let us decide to live a life same inside and outside. ദൈവഹിതമല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ വേണ്ട. I will say no to anything that is against the will of God. ദൈവഹിതമല്ലാത്ത ഒന്നും എന്റെ വീട്ടിൽ വേണ്ട. I don't want anything in my house and my household against the will of ഒന്നും God. എന്റെ സഭയിലും വേണ്ടെന്ന് തീരുമാനിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും തീരുമാനിക്കാം. Let everybody decide I do not need anything in my church that is against the will of God. ഹല്ലേലൂയ. Amen. ഇന്നലെ ദൈവഹിതത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. We learned in depth about the will of God last night. ഞാനിരുന്ന സഭകളിൽ 21 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ 21 ദിവസം ഇത് തന്നെ പ്രസംഗിക്കുന്ന ആളായിരുന്നു. I also shared that I used to teach 21 days fasting prayer, the same topic all throughout the 21 അത് കഴിഞ്ഞ days. എല്ലാ വിശ്വാസികളും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ രീതി മാറിയിട്ടുണ്ട്, ഞങ്ങളുടെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് പറയുവാൻ അതേ പ്രിയ ലാലുക്കുട്ടനൊക്കെ അതിന്റെ അതേ ജീവിക്കുന്ന സാക്ഷികളാണ്. I've heard testimonies, I've heard lives change about their perspectives changing, their decisions changing, and even their destinies turning around. Brother Lalkutan and family is one of the living examples of that. നമ്മുടെ ചോദ്യം ഇതാണ്. This is our question. ഈ ദൈവഹിതം എങ്ങനെ തിരിച്ചറിയും? How do you understand the will of God? അത് ഇന്നലത്തെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു പാട്ട് ഇവിടെ പാടി. I mean, there was a song that we sung after the sermon last night. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. Amen. Renew your heart. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. Amen. Renew your heart and be transformed. It is a continuous process. മാനസാന്തരം പരസ്യയോഗത്തിൽ പ്രസംഗിക്കേണ്ട വിഷയം മാത്രമല്ല. Amen. Repentance is not just a topic to be preached at some ദൈവസഭയിലും ദിവസവും പ്രസംഗിക്കേണ്ട വിഷയമാണ്. It is something that has to be daily happening in a church. ഇന്ന് ഞാൻ മാനസാന്തരപ്പെട്ട മേഖലകളുണ്ട്, അത് ഞാൻ തിരിച്ചറിഞ്ഞ് അതിലേക്ക് എന്നെ സമർപ്പിക്കണം. Amen. There are places that I need to repent. Even today I need to surrender my life for that even at this moment. ഹല്ലേലൂയ. Amen. അപ്പോൾ ദൈവഹിതം അറിയാൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ Amen. നന്മയും പ്രസാദവും പൂർണ്ണത ഉള്ളത് ദൈവഹിതം തിരിച്ചറിയണം. മനസ്സ് പുതുക്കി ഈ ലോകത്തിന് അനുരൂപമാകരുത്. Amen. Do not be conformed to this world to understand the perfect will of God. പ്രിയ യൗവനക്കാരെ, Oh youngster, ഈ ലോകത്തിൻ്റെ ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയില്ലെന്നും അത് ഞാൻ എൻ്റെ സഭയിലേക്ക് കൊണ്ടുവരികയില്ലെന്നും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും തീരുമാനിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാ, ഈ ഡിസംബർ 31 മുന്നേ നിങ്ങൾ ഓരോരുത്തരെയും കൊണ്ടിവിടെ വന്ന് ഇവിടെ സ്ഥലം തികയാത്ത അനുഭവത്തിലേക്ക് കടന്നു വരും. Amen. If you decide to walk in the perfect will of God, saying no to anything that is against it, and bring one more person into this room in the church, this place will overflow. ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുകയാണ്. I will assure you this ഞാൻ fact. പല സഭകളും സന്ദർശിച്ചു. I visited a lot of churches. പല നല്ല മാറ്റങ്ങളും വ്യത്യസ്തമായ ഒരു സഭയാണെന്ന് പറയുന്നതിൽ എനിക്ക് ദൈവസന്നിധിയിൽ സന്തോഷമുണ്ട്. And I'm so glad to say this is a good church in a lot of ways. നിങ്ങൾ ഇതിൽ ഉറച്ചു നിന്നാൽ, if you stay grounded. അതെ, ഈ പറഞ്ഞ കാര്യം ലോകം ജീവിതത്തിലും സഭയിലും കിടക്കാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ, Amen. If you make sure that the world does not enter your life and into the ഈ church, പട്ടണത്തിൽ വലിയ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ദൈവം ചെയ്യും. the Lord will do great things in the city of Tulsa. എനിക്ക് തന്ന ദൂത് ഞാൻ അത് വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്. I will clearly call out the message that I received from the Lord. നിങ്ങൾക്കറിയാമല്ലോ, ചിലർക്കെങ്കിലും പറയാം, എൻ്റെ ജ്യേഷ്ഠൻ പാസ്റ്റർ കെ എം വർഗീസ് കഴിഞ്ഞ 35 വർഷമായിട്ട് അമേരിക്കയിലുണ്ട്. My elder brother Pastor K.M. Verghese is here in America for the past 35 years. എനിക്ക് നേരത്തെ വരികയോ ഇവിടെ അത് സെറ്റിലൊക്കെ ആകാൻ ചെയ്യാവുന്ന, ഇവിടെ വരുന്ന തെറ്റെന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാത്രമേ കൊള്ളുവെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. I could have ended up here in this country, and I'm not advocating for living in India. ദൈവഹിതമല്ലാത്ത ഒരിടത്ത് നിങ്ങൾ പോകരുത്. You should not be in any place that is against the will of God. നിങ്ങൾ താമസിക്കരുത്. You should not live at a place that is against the will of God. അതെ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം അവരെ പറഞ്ഞു, കർത്താവേ ദൈവഹിതമല്ലെങ്കിൽ യാത്ര മുടക്കണേ. Even the day before I traveled, I prayed a prayer like this: Lord, cancel my trip if it is not your will. ദൈവഹിതമല്ലാത്ത ഒരു സഭയിൽ ഇവനെ അയക്കരുതെന്ന് പറഞ്ഞു. And I also prayed, don't send me to a church against your will. എൻ്റെ ചേട്ടനോട് ചോദിച്ചു, എടാ ഏതിലും ആരെങ്കിലും വിളിക്കണം? ആരെയും വിളിക്കണ്ട, ദൈവം അയക്കുന്നത് മാത്രം ഞാൻ പൊക്കോളാം. And my brother asked me, do I need to call any pastors? And I said, don't call anybody. I will go where the Lord wants me to go. അതുകൊണ്ട് ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുന്നു, And today I will assure you, ദൈവം തന്ന ദൂത് ദൈവസഭയിൽ വലിയ പ്രവൃത്തി ഉണ്ടാകട്ടെ. Amen. Let the Lord do His mighty work by His word that has come forth through. You men of
of God, flee from certain things. ഓ നീ ദൈവ മനുഷ്യനെ ഹല്ലേലൂയ നീ അത് വിട്ട് ഓടുക. അപ്പോൾ ചിലത് വിടണം, Amen. Some things you need to flee away എന്നിട്ട് ഓടണം. and then you need to run. അതൊക്കെ വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. I want to get into the depths of things, but I don't want to get into that too വെറുതെ much. ഓടിയാൽ പോരാ, Not just run away, വിട്ടേച്ചോടണം. but flee from certain things and വിടേണ്ട leave പല behind. കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പലയിടത്തും എഴുതിയിട്ടുണ്ട്. Amen. Paul has emphasized on things that you need to leave behind. വിട്ടേച്ചോടിയാൽ മാത്രം പോരാ, Not just leave and flee. hold on which is eternal. Amen. Hallelujah. നിത്യമായതിനെ മുറുകെ പിടിക്കുക. ജീവനെ പിടിച്ചുകൊള്ളുക. Amen. Hold on to eternal life. ഒരു മിലിറ്ററി അറ്റ്മോസ്ഫിയർ ആണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. We understand this entire chapter has a military decorum. അതെ, I charge you. Amen. ഞാൻ നിങ്ങളോട് അനുശാസിക്കുന്നു. അതെ, I command you. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. Hold on. Oh, hold on to something. മിലിറ്ററി കമാൻഡർ പറയുന്ന ചില കാര്യങ്ങളാണ് അത് ഡിസിപ്ലിനോടുകൂടെ പാലിക്കുവാൻ ഈ യൗവനക്കാരോട് പറയുന്നത്. These are some of the terms that are used in a military context that Paul Apostle is using to convey things. Hold on which is eternal. Amen. മുറുകെ പിടിക്കുക, നിത്യതയോടുള്ള കാര്യങ്ങൾ മുറുകെ പിടിക്കുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. Amen. Hold on to eternal life. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Amen. Let me ask you, എന്താണ് നിത്യജീവൻ? what is eternal life? നമുക്കെല്ലാം അറിയാമെങ്കിലും ഒന്നും കൃത്യമായിട്ട് അങ്ങോട്ട് പറയാം. അത് ഞാൻ ചോദിക്കുന്നു, നിത്യമായ ജീവൻ. We all know about things, but we don't know how to clearly define it. We just say eternal life. നിത്യജീവൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ ജീവൻ എന്താണെന്ന് പറഞ്ഞേ. Amen. If you don't know what's eternal life, just explain what's life. നിങ്ങൾക്കറിയാമെങ്കിലും മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. Amen. I know you all know about it and you just stay ജീവൻ silent. എന്തെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ മരണം എന്താണെന്ന് പറഞ്ഞേ. Amen. If you don't know how to explain what's life, explain to me what's death. മരണം എന്ന് പറഞ്ഞാൽ വേർപാട്. മരണം എന്ന് പറഞ്ഞാൽ വേർപാട്. Death means consecration, സെപ്പറേഷൻ. separation. അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? കൂട്ടായ്മ. Amen. What does life mean? Life means fellowship. അപ്പോൾ നിത്യജീവൻ എന്താണ്? What does eternal life mean? നിത്യമായ കൂട്ടായ്മ ആരുമായിട്ട്? It's eternal fellowship with whom? കർത്താവുമായിട്ട്. With അത് ഇവിടെ God. തുടങ്ങി, It starts here. ഇപ്പോൾ തുടങ്ങി, It starts right now എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നു. in our life on earth, അത് ഇൻഫൈനൈറ്റ് ആയിട്ട് തുടരും. and it turns into an eternal, infinite time. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Amen. നമ്മൾ പറഞ്ഞ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. Amen. അപ്പോൾ നിങ്ങൾക്ക് ഒരു സഹോദരൻ ഡൽഹിയിലുണ്ടെന്ന് വിചാരിക്കട്ടെ, വിളിക്കുകയും ഇല്ല, പറയുകയും ഇല്ല, കാര്യങ്ങൾ യാതൊരു കൂട്ടായ്മ ഇല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങൾ ആരാണ്? മരിച്ചതിന്. അപ്പോൾ നമ്മൾ ജീവിക്കണം, കർത്താവുമായി ഒരു ബന്ധവുമില്ല. Amen. Say we have somebody in Delhi and that person is not in connection or not in contact with any of us, and it is equal to that person is dead. It is similar to that. We have no connection with God at കർത്താവുമായി times. ബന്ധപ്പെടേണ്ട വിഷയങ്ങളൊന്നും ഞാൻ ബന്ധപ്പെടുന്നില്ല. I'm not connected to anything that is related to God. ഒരാഴ്ച 3 മണിക്കൂർ ഞാൻ വലിയ അതേ ആത്മീയ ബന്ധം കാണിക്കുകയും And I seem like a devoted person for 3 hours on a Sunday morning. നമ്മുടെ ഫോക്കസ് എവിടെയാണ്? Where is our focus lying? കല്യാണത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. We spoke about weddings and marriages. എന്തുമാത്രം ഒരുക്കങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. How much preparedness we have for a wedding. ഇത് കൂടുകയല്ലാതെ കുറയാൻ പോകുന്നില്ല. This never has come down. It has always increased as every wedding goes by. പക്ഷേ എൻ്റെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, Let me ask you something. അടുത്ത ദിവസം മുതൽ From the next day, ദൈവഹിതപ്രകാരമുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? amen, how much effort are you putting in to prepare for a family life that you are going to lead in the next chapter of your life? ഹല്ലേലൂയ. Amen. 17-ാം തീയതി കല്യാണത്തിന് വേണ്ടി വർഷങ്ങളുടെ ഒരുക്കമുണ്ട്. For a wedding that is going to happen on a 17th, months and years of planning is put into. ലക്ഷക്കണക്കിന് രൂപ അനേകർ ചെലവാക്കുകയും ചെയ്തു. Spending tons of money by a lot of people. എന്നാൽ 18-ാം തീയതി മുതൽ ദൈവകൃപയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിങ്ങൾ എന്ത് ചെലവാക്കുന്നുണ്ട്? But from 18th onwards, you're supposed to lead a godly marriage and a family. What are you putting into that fact? ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യും? We will do things to sustain our life on earth. ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് പണവും നമ്മൾ മുടക്കും? We'll go to how much ever extent it needs to and spend whatever it takes. നിത്യജീവന് വേണ്ടി നമ്മൾ എന്ത് ചെലവ് ചെയ്യുന്നുണ്ട്?
But what do we spend for eternal life? നിത്യജീവന് വേണ്ടി എത്ര സമയം നമ്മൾ അത് How മാറ്റിവെക്കുന്നുണ്ട്? much time do we invest for getting into eternity? ചോദിക്കട്ടെ, 168 മണിക്കൂറുള്ള ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂർ ദൈവനാമത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്നുണ്ട്? For a week that consists of 168 hours, how many hours do we spend for things of God? അതിന്റെ 10 എന്ന് പറഞ്ഞാൽ 16 മണിക്കൂർ ചെലവാരം വേണമല്ലോ. Amen. At least 10th of it is around 16 hours. അതെ, പഴയ നിയമം വെച്ച ആഴ്ചയിൽ ഒന്ന് വെച്ചാൽ 7 1 എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ വേണമല്ലോ. Amen. If we talk from an Old Testament context, at least 24 hours goes into. വീട്ടിൽ കൃത്യമായി കുടുംബ പ്രാർത്ഥന നടക്കുന്ന എത്ര ഭവനങ്ങൾ ഇവിടെ ഉണ്ട്? How many families are there that host a family prayer every night on a daily basis? Hallelujah. Hallelujah. ഒരു വാക്യം വായിക്കാം. Let's read a verse. യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിന്റെ 27 വാക്യം. John chapter 6 verse 26. 27. 37. നശിച്ചു പോകുന്ന ആ ആ അപ്പോൾ അഞ്ചപ്പം കൊണ്ട് ആയിരങ്ങളെ പരിപോഷിപ്പിച്ച കോണ്ടെക്സ്റ്റിൽ ജനമെല്ലാം യേശുവിന്റെ പുറകാലെ വന്ന് രാജാവാക്കാൻ ശ്രമിച്ചു. അപ്പൊ യേശു പറയാണ്, നിങ്ങൾ എന്റെ പിന്നാലെ വന്നത് എന്തിനാണ്? അപ്പം തന്ന് തൃപ്തിയായിട്ടാണ്. അത് അതിനു വേണ്ടിയല്ല, നശിച്ചു പോകാത്ത ആഹാരത്തിന് വേണ്ടി പ്രവർത്തിപ്പീൻ, അത് നിത്യജീവന് വേണ്ടി പ്രവർത്തിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. Amen. Jesus is saying from a context when people are following him after the great miracle that he did with five bread and 2 fishes, and then the Lord is saying, do not labor for the food that perish, but endure towards eternal life. വാക്യത്തിന് അടിവരയിട്ടിട്ടില്ലാത്തവർ അടിവരയിടണം. യോഹന്നാന്റെ സുവിശേഷം 6:27. If you haven't underlined that verse right now, underline it. John chapter 6 verse 27. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അപ്പം തിന്നാൻ വന്നവരൊക്കെ 60 വാക്യവും 66 വായിച്ചേ. Let's read verse 60 and verse 66. ഇനി 66. പക്ഷെ സീരിയസ് ആയിട്ട് അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പൊ സീരിയസ് അല്ലെന്നല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ന്യൂയോർക്കിലും ഒക്ലഹോമയിലും കേരളത്തിലും പുസ്തകം 66 ഉള്ളൂ. Amen. In all the places across the region, we have only 66 books. അപ്പോക്രിഫ മാറ്റി 66 ഉള്ളൂ. അപ്പോൾ പ്രമാണം ന്യൂയോർക്ക് വരുമ്പോൾ മാറുന്നുണ്ടോ? Amen. Is there a change when we come to New York? ഒക്ലഹോമയിൽ വരുന്നുണ്ടോ? മാറുന്നുണ്ടോ? Is there a change in Oklahoma when we come? പാസ്റ്റർക്കും വിശ്വാസിക്കും 66 പുസ്തകമല്ലേ? Pastor and the believers believe in the same 66 books of the Bible. പ്രസംഗിക്കുമ്പോൾ Amen. When things get into serious mode, when a sermon, ഞാൻ കേരളത്തിലും അല്ലാതെയും ചെറുതും വലുതുമായ അത് വലിയ സഭകളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. I've preached in small and big churches back in Kerala. അത് ആഴമേറിയ വചനം പറയുമ്പോൾ സ്തോത്രം പറയുന്ന അനേകരുണ്ട്. Amen. When we get into the depths of the word, there are a lot of people who give thanks to the Lord. Name it and claim it and have it. Right now you are going to receive certain things എന്ന് പറയുമ്പോൾ കൈയടിച്ച് തുള്ളുന്നവരുണ്ട്. Amen. There are also people who jump and make a lot of noise when they talk about name it and claim it, and right now something is going to happen. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാൻ പറയുമ്പോൾ ഹല്ലേലൂയ പറയുന്നവരുണ്ട്. There are also people who claim when people call out and say your inner man is going to strengthen. ജഡത്തിന്റെയും കല്ലറയുടെ കൊണ്ടെത്തിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തുള്ളുന്നവരാണ് ഇന്ന് പെന്തക്കോസ്തിൽ അധികം പേര് വിളിക്കുന്നത്. A lot majority are people who praise the Lord for the resurrection power. അപ്പോൾ ആഴമേറിയ ആത്മീയ സത്യം പറയാൻ തുടങ്ങിയപ്പോൾ ആള് പോകാൻ തുടങ്ങി. Amen. When there are deep revelations that are going to be revealed in the church, people started leaving. അങ്ങനെ പോകാൻ തുടങ്ങും. പാസ്റ്റർ എന്നാ ചെയ്യും? Amen. What would pastor do when people start leaving? ജെന്യുവൻ ആയിട്ട് പറയണം. സത്യം പാസ്റ്റർ സത്യമായിട്ട് പറഞ്ഞു. ആത്മീയം തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഒന്നുകൂടെ കട്ടിയാക്കുമെന്ന് പറഞ്ഞു. To prove something, some people say that it will go even more. നമ്മളൊന്നായി അല്ലേ, നമ്മളൊന്നായി. Amen. എല്ലാരും പോയാലും കോശി പാസ്റ്റർ ഇരുന്നപ്പോഴത്തേനത് ഉള്ളവരെല്ലാം ഇറങ്ങിപ്പോയി എന്ന് പറയും. പക്ഷെ യേശു എന്നാ പറഞ്ഞു? What did Jesus say? താട്ട് വായിച്ചേ. Let's read forward. എന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇതിലും കട്ടിയുള്ളതാ പ്രസംഗിച്ചിട്ടുള്ളത്. ദൈവം സഹായിച്ച ആരും ഞാൻ പോയിട്ടില്ല. എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഇടപാട് കൊണ്ടോ ദൈവഹിതമല്ലാത്തൊരു ഞാൻ അവിടെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഉപദേശത്തിന്റെ വിഷയത്തിൽ ആയേരുത് പാസ്റ്ററെ. നമുക്കാളെ കൂട്ടുക എന്നുള്ള ആള് കൂടണം. പക്ഷേ 1 മാർക്ക് മുതൽ ആത്മീയത്തിൽ 1 മാർക്ക് മുതൽ 99 മാർക്ക് കിട്ടുന്നവരും സഭയിൽ കാണും. പക്ഷെ അവര് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുപോകുക, അയക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ജീവിതത്തിൽ അയരുത്. As a pastor, it's the greatest responsibility to make sure that the flocks reach into the eternity, so we don't compromise on the facts of the word of God. യേശു പറഞ്ഞു നിങ്ങൾക്കും വേണേ.
Amen. Jesus says, even you can leave if you want to. ഈ എല്ലാത്തിനും എടുത്തിയാടി പറയുന്ന പത്രോസ് എന്നാ പറഞ്ഞു? And what did Peter say? ഞാൻ പറയാറുണ്ട്, ഒരു തമാശയായിട്ട് ഒരു പാട്ടാ പാടിയത്. I sing a song for just fun. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ. അപ്പം നമുക്കൊരു പ്രശ്നമുണ്ട്, മൈക്കുണ്ടല്ലേ നമ്മൾ പാടുകയുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെന്തക്കോസ്തുകാരന്റെ ആരാധന വെളിപ്പെടണമെങ്കിൽ കറണ്ട് പോകണം. If a Pentecostal believer has to ഞാൻ worship. ആദ്യമായിട്ട് മൈക്ക് അത് പ്രസംഗം തുടങ്ങിയ ശ്രീകാര്യത്തിൽ എന്നപ്പോഴാണ്. I started preaching through a mic when I reached 2002. It was in 2002. ഇന്ന് നിങ്ങൾ നോക്കിക്കോ, പെന്തക്കോസ്തിന്റെ ആരാധന മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ കറണ്ട് ഒന്ന് പോയാൽ മതി, അപ്പൊ സകലം അവിടെ അവസാനിക്കും. Amen. Today, if you see the electricity shut off, you will know the real worship of the church. എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. I'm a person who vouch for all these things on stage. ഞാൻ 52-ാമത്തെ വയസ്സിൽ തബല പഠിച്ച ആളാണ്. I'm a person who learned tabla at the age of 52. അതുകൊണ്ട് ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. And I know the difficulty to learn a new instrument. ദൈവകൃപയും ആത്മാവിന്റെ ശക്തിയും കോംപ്രമൈസ് ചെയ്ത് ഒന്നും വേണ്ട എന്ന് തീരുമാനിക്കുവാൻ ദൈവസഭ തയ്യാറാകട്ടെ. Amen. Let us decide to not to take anything compromising the perfect will and the presence of God. സഭയുടെ ഉള്ളിലെ ഡിസിപ്ലിനെ കുറിച്ച് ഒന്നും പറയരുതെന്നാണ് ചിന്തിച്ചെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. I want to remind you one thing about the church. മ്യൂസിക് അനുഗ്രഹമാണ്. Music is great. കുവൈറ്റിൽ നിന്ന് വന്ന അച്ഛൻ അറിയാം, സഭയ്ക്കകത്ത് പിശാച് ആദ്യം കയറുന്ന PA സിസ്റ്റത്തിനകത്തൂടെയും കൊയറിലൂടെയുമാണെന്ന് ഞങ്ങൾക്ക് ദീർഘവർഷത്തെ ശുശ്രൂഷയിൽ അറിയാം. From a long years of ministry, we understood a fact. It is through PA system or the music instrument there are chances the enemy would come. എല്ലായിടത്തും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അതിന്റെയാണ് ഒരു ഡോറ് ആദ്യം തുറക്കുന്ന അവിടെയാണ്. I'm not saying it happens everywhere, but there are chances that might open through there. ഞാൻ പറയുന്ന ഏത് കാര്യവും പ്രൂവ് ചെയ്യിച്ചുള്ള പ്രാഗൽഭ്യത്തോടെയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. And I am speaking with the confidence that I can prove anything that I am preaching. അപ്പൊ അവരൊരു പ്രമാണമുണ്ട്. And there is a certain way we do things. ബൈബിളിലെ പ്രമാണമാണ്. It is from the word. സംഗീതക്കാർ മുന്നിൽ നടന്നു. Amen. The musicians walked in the front. അതെ, വീണക്കാർ പിൻപിൽ നടന്നു. And the instrumentalists followed them. അതെ, തപ്പുകൊട്ടുന്ന കന്യമാർ ഇരുപുറവും നടന്നു. And then the percussionists walked behind them. അപ്പൊ പാസ്റ്റർ ഏത് ശബ്ദമായി ഏറ്റവും മുകളിൽ കേൾക്കേണ്ടത്? Amen. What sound must be heard in the first? ഉയരുന്ന ശബ്ദം വേണം. ഒരു സംഗീതത്തിന് ആരാധിക്കുവാൻ ഈ ശബ്ദമില്ലാത്തതിന്റെ ശബ്ദം കേൾപ്പിച്ചത് നല്ലതാണ്, അതൊരു ഹാർമണിക്ക് നല്ലതാണ്. എന്നാൽ എന്റെ ഹൃദയത്തിലുള്ള ശബ്ദം ആദ്യം ഉയരത്തിൽ വരട്ടെ, അത് സ്വർഗ്ഗത്തിലെത്തട്ടെ, അവിടെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. Amen. It must be the sound of our heart. It must be the voice of our heart that must reach heaven first, even before all these instruments come ആ forth. ഭാഗം ഞാൻ അങ്ങ് വിടുകയാണ്. I'm leaving it there, right there after that. അതേ സമയം മുന്നോട്ട് പോകുന്നല്ലോ. Our time is going forward. ഒരു ദൈവ മനുഷ്യന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? What are the traits of a man of God? അതോടെ പറഞ്ഞാൽ നിർത്താം. I want to talk about that and conclude. റോമാലേഖനം 8-ാം അധ്യായം വായിച്ചാൽ, If you read Romans chapter 8, അവിടെ പറയാണ് ദൈവാത്മാവുള്ളവരെല്ലാം Amen. ദൈവത്തിന്റെ, അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, ജഡത്തിന്റെ മോഹം. അപ്പോൾ ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം. അപ്പോൾ ഈ വാക്യത്തെ എലാബറേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാം കിട്ടും. We know to elaborate these verses. Whoever is led by the അത് Spirit, നിങ്ങൾ സാവകാശം പഠിച്ചാൽ മതി. you can learn for all of that with your time. എന്നാൽ Amen. ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങൾ ബൈബിളിലെ ചില ഉദാഹരണങ്ങളൂടെ ഞാൻ പറഞ്ഞിരിക്കാം. Amen. I want to give some instances and examples from the word and conclude. എന്തെല്ലാം നമ്മളിവിടെ നേടിയാലും Whatever we gain on this earth, അതെ മേളിൽ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ്, നമ്മുടെ മുന്നിൽ അവിടെ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. the question is that are we reaching that eternity? 45 വർഷം മുമ്പ് ഞങ്ങളുടെ സഭയിലിരുന്ന കുഞ്ഞച്ചിരുവദേശി, അതെ PV മാമൻ പാസ്റ്ററുടെ ഫാദർ PC വർഗീസ് പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. There was a great man of God who told me something like this. ചിലർക്ക് ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല. Amen. Some people have things on this earth but do not have any deposit up there. ചിലർക്ക് ഇവിടെ ഉണ്ട്, അവിടെ ഇല്ല. Some people have things here on earth but not up there. ചിലർക്ക് ഇവിടെയുമില്ല, അവിടെയുമില്ല. Some people don't have anything here nor there. ചിലർക്ക് ഇവിടെയുമുണ്ട്, അവിടെയുമുണ്ട്. Some people have things here and also there. ഇതിൽ ഏത് ഗ്രൂപ്പിൽ പെടുമെന്ന് നിങ്ങൾ കണ്ടു മനസ്സിലാക്കി അടുത്ത വിഷയത്തിലേക്ക് നോക്കണം. Introspect about yourself, which group you belong, and let's go forward. ഇവിടെ ഉള്ളതൊരു ദോഷമല്ല. Amen. It's not a problem that you have അവിടെ things ഇല്ലെങ്കിൽ, here. അതെ ഇവിടെയുമില്ല, അവിടെയുമില്ലെന്നെങ്കിൽ നിങ്ങളാണ് ഏറ്റവും പരിതാപകരം. നിങ്ങൾ അങ്ങ് ശരിക്കും ഇവിടെ അങ്ങ് എൻജോയ് ചെയ്തുകൊള്ളുക. The most miserable set of people who don't have any deposit here nor up there. Enjoy your life to the max. ഗതികേട് വരരുത്. നിങ്ങൾ ഇവിടെ ശരിക്കും സുഖിച്ചുകൊള്ളുക. അഭിനയമൊക്കെ അവിടെ നിർത്തി ശരിക്കും ഇവിടുത്തെ കാര്യങ്ങൾ ആസ്വദിക്കുക. ഒന്നുമല്ലേ അവിടെ ഇല്ലല്ലോ. Amen. You don't have to religiously act out things. You don't have anything down here, so don't act things. You don't have anything there, so enjoy your life. പക്ഷേ ഇവിടെ ഇല്ലെങ്കിലും,
even if you don't have things here. എനിക്ക് അവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന ആ ഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ I thank സ്തുതിക്കുന്നു. the Lord for people who can say, I have deposits up there even if I don't have things പറഞ്ഞല്ലോ, here. ഇവിടെ അത് വണ്ടികൾ എത്ര ഉണ്ട്? 5 പേരുണ്ട്, 6 വണ്ടികൾ നമുക്ക് വീട്ടിൽ കാണും. അത് അത്യാവശ്യമാണ്. 6 മുറി കാണും. അതുകൊണ്ടല്ലേ ഞാൻ വന്ന ഗസ്റ്റിനെപ്പോഴാണ് താമസിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ വേണം. പക്ഷെങ്കിൽ അവിടെ സമ്പാദിക്കുന്നതായിരിക്കട്ടെ നിങ്ങളുടെ പ്രയോറിറ്റി. Amen. We need things on this earth, but let our priority be increasing the deposit up there in heaven. അതെ, എന്താണ് ഈ ആത്മീയ മനുഷ്യന്റെ ലക്ഷണം എന്നോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. What are the traits of a devoted man of God? Let me get into that and conclude. A spiritual man will always do things based on the eternal basis. ഒരു ആത്മീയ മനുഷ്യൻ നിത്യതയെ നോക്കിയായിരിക്കണം അവനെല്ലാം ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾ പറയാം. One example I want to say. അബ്രഹാം ലോത്തും കൂടെ ഒന്നിച്ചിറങ്ങി. Abraham and Lot started their journey together. അവിടെ വിഷയമുണ്ടായി. They had conflicts. അത് കനാന്യരും പെരിസ്യരും അത് അയലോകത്തുണ്ട്. And the Canaanites and Egyptians are their neighbors. അത് പാടുമണ്ണിൽ സഭായോഗം കഴിഞ്ഞ് എൻ്റെ സഭായോഗം കഴിഞ്ഞേച്ച് അത് കഴിയുമ്പോഴാണല്ലോ ശരിയായ ആത്മാവ് വെളിപ്പെടുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ അയലോക്കക്കാർ പറയും, ഇപ്പൊ ശരിയായ ആത്മാവ് വെളിപ്പെടാൻ തുടങ്ങിയെന്ന് പറയും. അതുകൊണ്ട് ഇവർ പറയാണ് കനാന്യരും പെരിസ്യരും ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്കെന്ത് വേണ്ട, പ്രശ്നം വേണ്ട, നീ നിനക്ക് ഇഷ്ടമുള്ളിടം തിരഞ്ഞെടുത്തു. Amen. And Abraham gets it to a point where he says, take what you need, what you like, Lord. We don't want to fight in front of our neighbors. നിങ്ങളാണ് സീനിയർ. Amen. You are the senior most. നിങ്ങളെയാണ് ദൈവം വിളിച്ചത്. The Lord called you primarily. നിങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തുടങ്ങിയത്. You are the person who started or pioneered things. പക്ഷേ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു. But when there was a conflict, അത് ദൈവനാമത്തിന് അപമാനം വരുന്ന ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയാണ് ജൂനിയറായ വ്യക്തിയോട്, നിനക്ക് ഇഷ്ടമുള്ളത്. Amen. ഞാൻ ചോദിക്കട്ടെ, ആ വാക്കിന് മുന്നിൽ ലോത്തെടുത്ത തീരുമാനമല്ലേ തന്നെ നാശത്തിലേക്ക് നയിച്ചത്? It was the decision that Lot mistook that led him to destruction. ഒരു ആത്മീയനെ വിട്ടുപിരിയുമ്പോൾ, When you leave a man of God, ഒരു ആത്മീയ സഭയെ നിങ്ങൾ വിട്ടുപിരിയുമ്പോൾ, when you leave a spiritual church, അന്നേരം നിങ്ങൾക്ക് മിടുക്കായെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. you may think that was the smartest decision of your പക്ഷേ life. നിങ്ങളുടെ നാശത്തിലേക്കാണ് പോകുന്ന കാര്യം മറന്നു പോകരുത്. But do not forget the fact that you may be living into your destruction. ഇത് തന്നെ 1 മണിക്കൂർ പ്രസംഗിക്കേണ്ട വിഷയമാണ്, നിങ്ങൾക്കറിയാമല്ലോ. I have things to preach for next 1 hour. പക്ഷേ ഞാൻ അവിടെ വിടുകയാണ്. I'm leaving that portion. അതെ, മണ്ടനെന്ന് നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞേക്കും. Amen. People may say that you are a fool. അബ്രഹാമിനോട് അങ്ങനെ പലരും പറഞ്ഞു കാണും. People must have told Abraham. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, Let me tell you. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ ഇനിയും മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. There are chances you may have even more children to couples who are here. നിങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ കൊച്ചുമക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. You may also have grandchildren. നിങ്ങൾ ഏതെങ്കിലും കൊച്ചുമക്കൾക്ക് ലോത്തെന്ന് പേരിടുവോ? Will you name a child Lot? ഇതുവരെ നിങ്ങൾ ഒരു ലോത്തെന്ന് പേരുള്ള ആളെ പരിചയപ്പെട്ടിട്ടുണ്ടോ? Have you ever met a person who is named Lot? എന്നാൽ ഇവിടെ എത്ര ഏബ്രഹാമാരിപ്പുണ്ട്. How many Abrahams are in this ഹല്ലേലൂയ. room? കർത്താവ് വരാൻ താമസിച്ചാൽ, If the coming of the Lord tarries, പാസ്റ്ററെ ന്യൂയോർക്ക് സഭ തുടരട്ടെ, oh pastor, let the New York ടെൽസ സഭ, church, ബിഗ്ഗ സഭ തുടരട്ടെ. let Bika church grow. ഓ, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ പേര് എടുത്തു പറയുന്ന കാലം നമ്മുടെ വരട്ടെ. അതിനായി ദൈവസഭയെ ദൈവം ഉണർത്തട്ടെ. Let the name of the church grow and let that be known in the city. ആ ഭാഗം ഞാൻ വിടുകയാണ്. I'm leaving that portion. വേറൊരു വാക്യം വായിക്കാം. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 14:24. Numbers 14:24. എന്റെ ദാസനായ കാലേബോ, ആ ആ ആ അടുത്തത് അതിന്റെ സന്തതി, His seed, his generation will possess the land, his descendants. അറിയാമല്ലോ സിറ്റുവേഷൻ. You know the context. 13-ാം അധ്യായത്തിൽ, Or in chapter 13. അതെ 13 ഒന്നുകൂടെ വായിച്ചേ. 13 verse 1, let's read. ആ അപ്പോൾ നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ വിചാരിക്കും യഹോവ പറഞ്ഞിട്ടാണ് 12 ഒറ്റുകാരെ തെരഞ്ഞെടുത്തതെന്ന്. Amen. We may think there were 12 betrayers that was chosen because the Lord spoke to Moses. എന്നാൽ ആവർത്തനം 1:21 ഒന്ന് വായിച്ചേ. Let's- Deuteronomy chapter 1 verse 21 following verses. ആ ആ എടുത്തത് എന്നാറ് ആ ഇവിടെ വരെ വന്നെങ്ങനായിരുന്നു? ഇവിടെ വരെ മോശം വന്നത്
പറഞ്ഞത് എങ്ങനെയായിരുന്നു? തന്റെ വഴിയെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. മേഘം പൊങ്ങും, അങ്ങനല്ലായിരുന്നോ? ഇപ്പം വന്നപ്പോൾ എന്ത് പറ്റി? ഇവരിങ്ങോട്ട് കൂടി ഒന്ന് പറഞ്ഞു 12 പേരെ. അപ്പൊ എനിക്കും അതന്നെ. ദൈവ സഭയിലെ ആത്മീയരോട് കാര്യങ്ങൾ ചോദിക്കണം. കാര്യം ചോദിക്കണം. ആത്മീയരായ എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ജോർജ് സാറിനെ സാധാരണ വിളിക്കാറുള്ളത്. ചോദിക്കണം. പക്ഷെ ഒരു കാര്യം, ഇവർ വോട്ടിട്ടിരുന്ന എങ്ങനെ ഇരുന്നേനെ? സഭയെ വോട്ടിടുന്ന സമ്പ്രദായം ഉണ്ടെന്ന് കേട്ടോടെ. ഇവർ വോട്ടിടുന്നെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? 12-ൽ 10 കിട്ടിയേനെ. തിരിച്ചു പോകാന്ന് പറഞ്ഞറിയാം. ദൈവസഭയ്ക്കകത്ത് ജനാധിപത്യം കൊണ്ടുവന്നവരും ദൈവസഭയ്ക്കകത്ത് ജനാധിപത്യം തുടരാൻ അനുവദിക്കുന്നവരും ദൈവത്തോട് കണക്ക് ബോധിക്കേണ്ടി വരും. സഭയ്ക്കകത്ത് ദൈവാധിപത്യമാണ് നടക്കേണ്ടത്. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവാണ് നയിക്കേണ്ടത്. Amen. The church must be led by the power and the reign of God and the Holy Spirit, not by democracy. Hallelujah. Amen. ആത്മീയരെ കൂട്ടുപിടിക്കണം പാസ്റ്ററെ. ആത്മീയരെ നല്ല ആലോചന കേൾക്കണം. പക്ഷേ അവർ അനാത്മീയതയാണ് പറഞ്ഞെങ്കിൽ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ് ഈ ആലോചന ശരിയല്ലെന്ന് പറയാനും നമുക്ക് കഴിയും. You must be accompanied, pastor, you must be accompanied with spiritual people, but if they are going undevoted and against the ways of God, you must say bye to them. അപ്പോൾ 10 പേരെ എതിർത്തു നിന്നപ്പോൾ പ്രസരത്തിന് നടുവിൽ ഒരു ദേവദാസൻ അങ്ങ് എഴുന്നേറ്റു. Even when there were 10 people who stood there was a man of God who rose there. ഞാൻ സത്യമേ പറയുള്ളൂ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രസരം ഉണ്ടാക്കരുത്. Amen. Do not make problems by defending yourself. സൗമ്യതയുടെ ആത്മാവിൽ പറയണ സഹോദരന്മാരെ, അങ്ങനെയല്ല കാര്യം. ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാം. With a peaceful spirit, speak to people in a loving manner and say, we have the promise of God, let's go forward. സന്ധിയുടെ മധ്യേ, in the times of trials and tribulations, when everybody came against them, കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ, when people were ready to stone them, ദൈവത്തിന്റെ കൂടെ നിന്ന് ദൈവത്തിന്റെ ആലോചന പറഞ്ഞ കാലേബേ, നിന്നെ അവിടെ എത്തിക്കുക മാത്രമല്ല നിന്റെ തലമുറയെ അനുഗ്രഹിക്കും. Oh Caleb, who you carried a different spirit, you possess the land, not just that your descendants shall take the land. അമേരിക്കയെക്കാളും അത് മോശപ്പെട്ട് കിടക്കുകയാണ് കേരളം. അത് പല സ്വഭാവത്തിലും യുവജനങ്ങളുടെ ബന്ധത്തിലും. I mean, in the context of youngsters and things that are happening in Kerala, it's a worse scenario than here. എല്ലാവർക്കും എങ്ങനെ ഈ യൂത്തിനെ പിള്ളേരെ ഒന്ന് നേരെയാക്കാവുന്നതാണ് ചിന്ത. Everybody is thinking all the time about how can you straighten the path of the youngsters. And the church is ready to do any sort of compromise to get youngsters in the church. ഞാനൊരു സഭയിൽ ചെന്നപ്പോൾ, when I went to a church, അവിടുത്തെ സീനിയർ ഒരാൾ എന്നോട് പറഞ്ഞു, a senior of the church, ഈ സൺഡേ സ്കൂളിലെ പിള്ളേരെ നമുക്ക് ശരിയാക്കണം. Amen. Pastor, we need to talk to the children in the Sunday school. ഇവരെ ഒന്ന് ശരിയാക്കണം. We need to correct them. ഞാൻ പറഞ്ഞ അച്ഛാ, ആ പണി അത് മാത്രം ശരിയാക്കുന്ന പണി എനിക്കറിയത്തില്ല. I told the pastor, I don't know how to only correct the Sunday school children. പിന്നെ എന്നാ ചെയ്യണം? What do we do else, pastor? മേളി മുതൽ കറക്റ്റ് ചെയ്യണം. We need to correct from the top down. Oh brother, you must understand your children are listening to your phone calls on the day before the general body. Your children will not pay attention to anything that you do after all the hypocritic acts that you do. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ മാതാപിതാക്കൾ നേരെയായാൽ, amen, including myself, if our parents are set right and set into a right path, our children will follow that. ഒരു അമ്മ വീട്ടിലുണ്ടെങ്കിൽ അപ്പൻ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പന്മാര് ചില പുറകിലായിരിക്കും മിക്കയിടത്തും. എന്നാൽ അമ്മമാര്, അതെ, അമ്മമാര് നീട്ടി പ്രാർത്ഥി പിള്ളേരെ കിടന്നുറങ്ങുന്നത് വേറെ കാര്യം. അത് നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചോണം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മാതാപിതാക്കൾ കരയുന്നവരുണ്ടെങ്കിൽ നിന്റെ തലമുറ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. If there are praying parents at a household, your children will not be lost. അതുകൊണ്ട് നമുക്ക് നേരെയാകാം. Oh, let us be set right. ജീവിക്കാം. Let us become the right example. സംസാരിക്കാം. Let us talk from the word of God. Your descendants shall not perish, and the Lord will not allow that. മക്കള് മുന്നോട്ട് പോവുകയാണ്. We going forward. Desire to be holy even though the surrounding or situation is not favorable. Amen. വിശുദ്ധിയിൽ നടക്കാനുള്ള ആഗ്രഹം നമ്മുടെ സാഹചര്യങ്ങൾ അതിന് പ്രതികൂലമാണെങ്കിലും, വിശുദ്ധി ഞാൻ നടക്കും. Amen. I will walk in holiness. ശമൂവേൽ ഏലിയെയും ഏലിയുടെ മക്കളെയും ഫോളോ ചെയ്തിരുന്നെങ്കിൽ ആരായനെ? ഒരു ചട്ടമ്പി പാസ്റ്ററായി മാറിയേനെ. What would have happened if Samuel followed the children of Eli the priest? പക്ഷേ കരയുന്ന അമ്മ, but a crying mother. അതേ ഈ പെട്ടകത്തിന്റെ അരികിലിരിക്കുന്ന ശമൂവേൽ, amen, and he is near the ark of the covenant. ഓ, നിന്നെ ദൈവം കൈവിടത്തില്ല.
the Lord will not leave you. നല്ല മാതൃകയില്ലെങ്കിലും If you even don't see a great നീ example, ആത്മാർത്ഥയോടെ ദൈവസന്നിധിയിലിരിക്കുക. if you are in the presence of God with a sincere heart, ദൈവം നിന്നെ ആക്കേണ്ടിടത്താക്കി the തീർക്കും. Lord will place you at positions where you need to be. വായിൽ നിന്ന് വന്ന് വീണ വചനമൊന്നും നിഷ്ഫലമായില്ല. Any word that comes from your mouth will not be unfruitful. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് Amen. I've always heard ചില സഭകളെ കുറിച്ച്, at some churches, about some ഈ churches. പാസ്റ്റർ ഒന്ന് മാറിയാൽ ഈ സഭ ശരിയാകും. Amen. If this pastor changes, this church will be set right. ദൈവദാസന്റെ കാര്യമല്ല, മറ്റ് പലയിടത്തും. I'm not talking about the pastor of this church, but other places. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, I ask them, മോശയെ പോലൊരു പാസ്റ്ററെ ലോകത്തിൽ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? Amen. Have anybody received a pastor like Moses? Has any crowd received? ഇസ്രായേൽ മക്കൾ കണ്ടതുപോലെ അത്ഭുതം അടയാളം വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? Is there any other community that have seen so much of wonders അവർക്ക് and കിട്ടിയതുപോലുള്ള miracles like Israel? പ്രൊവിഷൻസ്, അതെ, മിറക്കിൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രൊവിഷൻസ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? Has anybody seen such divine provisions like how Israelites saw? എത്ര പേരെത്തി? And how many reached it? നല്ല ഭാഷ വേണം, പക്ഷെ നല്ല ഭാഷ ഉള്ളത് കൊണ്ട് മാത്രമല്ല, കേൾക്കുന്ന വചനം അവരുടെ വിശ്വാസമായി പരിണമിച്ച് അത് ദൈവത്തോട് വചനം ചേർന്നെങ്കിൽ നിങ്ങൾ എത്തൂ. അല്ലെങ്കിൽ എന്ത് വരും? 2 divided by 6 lakh into 100% ഒന്ന് കൂട്ടിക്കൂ. You just need to do this mathematics to understand how much people reach. ഞങ്ങളുടെ രണ്ടുപേരുടെയും മെയിൻ മാത്തമാറ്റിക്സ്, അതുകൊണ്ട് മനക്കണക്ക് പറയാം. 0.5 0 ഇട്ട് പിന്നെ എന്ത് ചെയ്യും? 6 ഇടാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് 3 ഇടാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ കൂടെ പറയാം, നല്ല ഭാഷയെ കിട്ടിയിട്ടും നല്ല അതേ മരുഭൂമിയിൽ കാര്യങ്ങളെല്ലാം ദൈവം നൽകിയിട്ടും രണ്ടുപേര് പോയപ്പോൾ അത് പുതിയ നിയമസഭയ്ക്ക് മാതൃകയാണെന്നും ചൂണ്ടുപറയാണെന്നും അത് പഠിക്കാനുള്ളതാണെന്നും അപ്പോസ്തലൻ എടുത്തു പറയുമ്പോൾ ഇത് ഗൗരവത്തോടെ ദൈവസഭയെ എടുത്തുകൊള്ളുക. The church must heed to it with a seriousness when Paul the apostle says about only 2 people reaching the promised land out of 40 lakhs of people. It is so much of serious deal. അടുത്തത് ഞാൻ ടൈറ്റിൽ അത് പോയിന്റ്സ് മാത്രം പറഞ്ഞു നിർത്താം. I'm only touching on the points and the titles for the next couple of things. Desire to die right than live wrong. Amen. Desire to die right. സത്യത്തിന് വേണ്ടി മരിക്കുക. Amen. Desire to തെറ്റിന് die വേണ്ടി right. ജീവിക്കാതിരിക്കുന്നതിനേക്കാളിൽ നല്ലത്. And- തെറ്റിന് വേണ്ടി തെറ്റിനോടുകൂടെ ജീവിക്കുന്നതിനേക്കാളിൽ സത്യത്തിന് വേണ്ടി. Amen. അതെ, സ്നാപക യോഹന്നാൻ കണ്ണടച്ചിരുന്നെങ്കിൽ, മിണ്ടാതിരുന്നെങ്കിൽ കഴുത്തിന് മേൽ തല കണ്ടേനെ. Amen. John the Baptist, if he would have kept quiet for the truth he എന്ന് knew, വെച്ച് he would have been alive. He would not have been beheaded. എന്നർത്ഥം കാണുന്നെല്ലാം വിളിച്ചു പറഞ്ഞു നടക്കണമെന്നല്ല. Amen. That doesn't mean you need to call out everything you see. പറയേണ്ടവരോട്, But to people who had to hear, പറയേണ്ട സമയത്ത്, at the time he need to hear, പറയേണ്ട രീതിയിൽ, in the way he will accept, നന്നാകാൻ വേണ്ടി പറയണം. you must say to correct him in a loving manner. എല്ലായിടത്തും വിളിച്ചു പറയേണ്ട നല്ല ഇതിന്റെ അർത്ഥം. Amen. That does not mean you need to call out everything in front of everybody. തല പോയെങ്കിലും യേശു ക്രിസ്തു പറയുകയാണ്, തല പോയി യോഹന്നാന്റെ. Amen. John the Baptist lost his head. പക്ഷേ യേശു ക്രിസ്തു പറയാണ്, Jesus says ജ്വലിക്കുന്ന ഒരു വെളിച്ചമായിരുന്നു. he was a bright light shining. അതെ, ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. He was a bright lamp that was shining. Desire to see others advancement Amen. in his own expense. Amen. നമ്മുടെ ചെലവിൽ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാനുള്ള ആഗ്രഹം. ഒരു ആത്മീയ മനുഷ്യന്റെ ലക്ഷണം ഇതാണ്. അതെ, ഒരു ദൈവദാസൻ ഒരു നല്ല പാട്ട് പാടിയാൽ, Amen. പ്രാർത്ഥിച്ചാൽ, Amen. അതെ, ഒരു appreciation. Amen. മോഹൻ ഒരു നല്ല പോലെ ഒരു കാര്യം ചെയ്താൽ നിങ്ങൾ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എത്ര നാളായി? Amen. It's how many days it has been since you appreciated somebody ever. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലൂസിനെ മുന്നിലോട്ട് കൊണ്ടുവന്നത് ബർന്നബാസാണ്. Amen. Barnabas is the person who brought Paul. കുറച്ച് കഴിയുമ്പോൾ ആര് ലീഡറായി? Amen. Who became the leader later? പൗലൂസ് ലീഡറായി. Paul became the leader. പത്രോസിനെ മുന്നിലോട്ട് യേശുവിനെ കൊണ്ടുവന്ന ആരാണ്? അന്ത്രയോസാണ്. I mean, Andrew is the person who brought Peter to മറ്റുള്ളവരെ Jesus. മുന്നോട്ട് കൊണ്ടുവരിക. You bring other people to the front അത് നിങ്ങളെക്കാൾ ദൈവം ഉയർത്തട്ടെ. and let the Lord establish their boundaries even more than you. സഹോദര സഹോദരൻ, നിന്റെ ശുശ്രൂഷ അത്രയേ ഉള്ളൂ. Amen. That's all your ministry. Amen. നിന്നെക്കാളി പാടുന്ന ഒരാളുണ്ടെന്ന് അറിഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോയി, കാരണം എന്റെ ചാൻസ് പോയാലോ. Amen. If there is anybody who sings better than you, you will not take him to the church. പാടി അനുഗ്രഹം പ്രാപിക്കട്ടെ. Amen. Let them be blessed. ആ കൊണ്ടുവന്നതായിരുന്നു നിന്റെ ശുശ്രൂഷ. All you need to do is to bring them to the right place. അതിന്റെ പ്രതിഫലം നിനക്ക് സ്വർഗ്ഗത്തിൽ കിട്ടും. And you will receive the reward in heaven. ഹല്ലേലൂയ. Amen. നമ്മുടെ അക്കൗണ്ടിൽ എത്ര പേരെ വളർത്തിയിട്ടൊന്ന് ചിന്തിച്ചു. Amen. Just think how many you've made grow or helped grow in our own account. നമ്മുടെ അക്കൗണ്ടിൽ എത്ര പേര് സഭ വിട്ടുപോയിട്ടുണ്ടെന്നും ഈ സമയത്തൊന്ന് ചിന്തിച്ചോളുക. And you only need to think how many have left the church because of your actions. Desire to use his freedom to bring others to Jesus. അതാണ് അടുത്ത. Desire to bring others to Jesus. To bring others to Jesus, even though he is ready to lose his freedom. Amen. To bring others to Christ. തന്നെത്താനുള്ള സ്വാതന്ത്ര്യം ബലിയർപ്പിക്കണമെന്ന് വന്നാൽ പോലും, അതിന് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് വന്നാൽ പോലും യേശുവിന്റെ അടുക്കിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം. പ്രമാണം ഇടണമെന്നല്ല പറഞ്ഞേ. Amen. Not to leave the words of the word. പ്രമാണത്തിനായവില്ല. Not to compromise on the word. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, Jesus said,
പൗലോസ് Paul അപ്പോസ്തലൻ said, വിഗ്രഹവും ഏതുമില്ല, Paul said, no idols, വിഗ്രഹാർപ്പിതവും ഏതുമില്ല. not to sacrifices to the അതുകൊണ്ട് idols. നിങ്ങൾക്ക് സ്വോത്രം ചെയ്ത് കഴിക്കാം. And you can give thanks to the Lord and eat. പക്ഷേ അവിടുന്ന് മേടിച്ച മാംസം നീ കഴിക്കുന്ന കണ്ട് ഒരു ബലഹീന സഹോദരനെ ക്ഷീണം വരുമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാംസം കഴിക്കത്തില്ലെന്ന്. But if any actions of yours become an hindrance to another person sitting next to you, I will refrain from that. ഞാൻ അങ്ങ് ചിന്തിക്കുകയാണ്, എനിക്ക് നല്ല ദൈവമുണ്ട്, I have a good grace of God. അത് ഞാൻ അങ്ങ് പോകും. I can just live my life like എനിക്ക് that. മറ്റുള്ളൊരു വിഷയമല്ലാതെ ചിന്തിച്ചാൽ Others are not a problem to me. മനസ്സിലാക്കിക്കൊള്ളുക. You must understand. വെസ്ലി പറഞ്ഞ പോലെ ആർക്കും ഒറ്റയ്ക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. Nobody can go to heaven alone. നിന്റെ അടുത്തിരിക്കുന്നവന്റെ ഒരു ഉത്തരവാദിത്തം നിനക്കുണ്ട്. And then you have a responsibility. നിന്റെ of the person അയൽവാസിയെ കുറിച്ച് sitting next to you. ഉത്തരവാദിത്തം നിനക്കുണ്ട്. You have a- അയൽവാസിയെ കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്. You have a responsibility. കൂടെ ജോലി ചെയ്യുന്ന ഉത്തരവാദിത്തം നിനക്കുണ്ട്. Amen. നിന്റെ കൂടെ പഠിക്കുന്നവർക്ക് നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. Amen. അവരെ കൂടെ കൊണ്ടെത്തിക്കണം. Amen. അതിനുവേണ്ടി ഞാൻ ചിലത് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. അതിനുവേണ്ടി ചില ഞാൻ സാക്രിഫൈസ് ചെയ്യാൻ I'm ready to sacrifice things for that. നിങ്ങൾ തയ്യാറാണോ? Are you ready? നീയോ ദൈവത്തിന്റെ മനുഷ്യൻ, Oh man of God. ആ വിളി കേൾക്കുവാൻ, Oh, to listen to that word. അതിനുവേണ്ടി ആഗ്രഹിക്കുക. Amen. Desire. ഞാൻ എന്റെ ആഗ്രഹങ്ങൾ മുഴുവനാണ് നിങ്ങളുടെ മുന്നിൽ വെച്ചത്. This is my desire of my നിങ്ങൾ heart. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. Pray for us as well. അതെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. We are ദൈവമായ ready to കർത്താവ് pray. നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord bless you.